ഹായ് വ്യൂവേഴ്സ്, അരീക്കോട് ഐ ടിയുടെ ഫിറ്റർ ട്രേഡിലെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ഫസ്റ്റ് എയ്ഡ് പാർട്ട് 1. എൻ്റെ പേര് രാധാകൃഷ്ണൻ, അരീക്കോട് ഐ ടിയിലെ സീനിയർ ഇൻസ്ട്രക്ടറാണ്. ഫസ്റ്റ് എയ്ഡ് എന്നാൽ എല്ലാവർക്കും അറിയാം. എന്താണ് ഫസ്റ്റ് എയ്ഡ്? നമ്മൾ ആദ്യം കൊടുക്കുന്ന സഹായം, എന്തെങ്കിലും ഒരു അപകടത്തിൽപ്പെടുന്ന ഒരു രോഗി അവരെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് കൊടുക്കുന്ന ശുശ്രൂഷയാണ് ഫസ്റ്റ് എയ്ഡ്. മലയാളത്തിൽ നമ്മൾ പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ പ്രതിപാദിപ്പിക്കുന്നത്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്താണ് ഫസ്റ്റ് എയ്ഡ് നോക്കാം. ഫസ്റ്റ് എയ്ഡ് ഈസ് ഡിഫൈൻഡ് as the immediate care and support given to an acutely injured or ill person primarily to save life. അപ്പോൾ എന്താണ് ഫസ്റ്റ് എയ്ഡ്? അതിൻ്റെ ഡെഫിനിഷനാണ് പറയുന്നത്. ഒരു അസുഖം പിടിച്ച അല്ലെങ്കിൽ എന്താണ് ഒരു ഇഞ്ചേർഡ്, എന്തെങ്കിലും ഒരു മുറിവ് പറ്റിയ ഒരാൾക്ക് ആദ്യം കൊടുക്കുന്ന ഒരു ശുശ്രൂഷ, അതാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. അത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? പ്രൈമർലി ടു സേവ് ലൈഫ്, ജീവൻ രക്ഷിക്കാൻ വേണ്ടി. ടു പ്രിവെൻറ്റ് ഫർദർ ഡിറ്റീരിയോഷൻ ഓർ ഇഞ്ചറി, കൂടുതൽ മുറിവുകൾ കൂടുതൽ വലുതാവാതിരിക്കാൻ വേണ്ടി. പ്ലാൻ ടു ഷിഫ്റ്റ് ദ വിക്ടിംസ് ടു സേഫർ പ്ലേസസ്, ഈ രോഗിയെ നല്ല ഷിഫ്റ്റ് നല്ല സേഫായിട്ടുള്ള മറ്റൊരു പ്ലേസിലേക്ക് മാറ്റാൻ വേണ്ടി. പ്രൊവൈഡ് ബെസ്റ്റ് പോസിബിൾ കംഫർട്ട്, നല്ലൊരു സഹായം അല്ലെങ്കിൽ ആശ്വാസത്തിന് വേണ്ടി. ആൻഡ് ഹെൽപ്പ് ദം ടു റീച്ച് ദ മെഡിക്കൽ സെൻറ്റർ ഹോസ്പിറ്റൽ, എന്താണ് അടുത്തുള്ള ഒരു മെഡിക്കൽ സെൻറ്റർ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് എയ്ഡിൽ ഉൾപ്പെട്ടതാണ്. ഇൻട്രൊഡക്ഷൻ. ഇമ്പാർട്ടിംഗ് നോളജ് ആൻഡ് സ്കിൽ ത്രൂ ഇൻസ്റ്റിറ്റ്യൂഷണൽ ടീച്ചിങ് അറ്റ് യങ്ങർ ഏജ് ഗ്രൂപ്പ് ഇൻ സ്കൂൾസ്, കോളേജസ്, എൻട്രി പോയിന്റ് അറ്റ് ഇൻഡസ്ട്രിയൽ ലെവൽ ഈസ് നൗ ഗിവൺ മച്ച് ഇമ്പോർട്ടൻസ് ടു ബിൽഡ് ഗുഡ് ഹെൽത്ത് കെയർ ഹാബിറ്റ്സ് അമോങ് പീപ്പിൾ. ഇന്നത്തെ കാലത്ത് നമ്മൾ കോളേജിലോ സ്കൂളിലോ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ഒരു ആരോഗ്യരക്ഷയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ടീച്ചിങ്ങും ഇതിൻ്റെ കൂടെ നമ്മൾ നൽകി വരുന്നുണ്ട്. ഇതൊക്കെ സ്കൂളുകൾ തന്നെ പഠിപ്പിക്കുന്ന കാര്യം ഇന്നത്തെ കാലത്ത് അതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഫസ്റ്റ് എയ്ഡ് പ്രൊസീജിയർ ഓഫൺ കൺസിസ്റ്റ് ഓഫ് സിമ്പിൾ ആൻഡ് ബേസിക് ലൈഫ് സേവിങ് ടെക്നിക്സ് ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ പെർഫോംസ് വിത്ത് പ്രോപ്പർ ട്രെയിനിങ് ആൻഡ് നോളേജ്. അപ്പോൾ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സിമ്പിളായിട്ടുള്ള ബേസിക് ലൈഫ് സേവിങ് ടെക്നോളജി, ജീവൻ രക്ഷിക്കുന്നതിന് ആവശ്യമായ ബേസിക് ആയിട്ടുള്ള ട്രെയിനിങ് ആണ്. അതെന്താണ്? ഓരോ ഇൻഡിവിജ്വലും അതിനാവശ്യമായ ട്രെയിനിങ്ങും അറിവൊക്കെ നേടിയിരിക്കണം. അടുത്തത് എയിംസ് ഓഫ് ഫസ്റ്റ് എയ്ഡ്. എന്തൊക്കെയാണ് ഒരു ഫസ്റ്റ് എയ്ഡിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയാം? ഫസ്റ്റ്, പ്രിസർവ് ലൈഫ്. ഇഫ് ദ പേഷ്യൻ്റ് വാസ് ബ്രീത്തിങ്, a first aider would normally place them in the recovery position with the patient leaned over their side, which also the effect of clearing the tongue from the pharynx. ആദ്യമായി നമുക്ക് ജീവൻ രക്ഷിക്കാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ആദ്യം രോഗിക്ക് ശ്വാസം എടുക്കുന്നുണ്ടോ രോഗിയെന്ന് നോക്കുക. അതിനുശേഷം എന്താണ്? ആ രോഗിയെ ചെരിച്ച് കിടത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും തൊണ്ടയിലോ എന്തെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ അല്ലെങ്കിൽ ശ്വാസനാളത്തിൽ എന്തെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുള്ള ക്രിയമായിട്ട് ചെക്ക് ചെയ്യുക. ഇറ്റ് ആൾസോ അവോയ്ഡ്സ് കോമൺ കോസ് ഓഫ് ഡെത്ത് ഇൻ അൺകോൺഷ്യസ് പേഷ്യൻസ് വിച്ച് ഈസ് ചോക്കിംഗ് ഈസ് റെഗുറിയാറ്റഡ് സ്റ്റൊമാക് കണ്ടൻസ്. നമ്മൾ എന്തെങ്കിലും ആമാശയത്തിൽ എന്തെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഒഴിവാക്കിയില്ലെങ്കിൽ അത് മരണത്തിന് വരെ കാരണമാകും. അതുപോലെ അബോധാവസ്ഥയ്ക്കും കാരണമാകുന്നു. ദി എയർവേ ക്യാൻ ആൾസോ ബിക്കം ബ്ലോക്ക്ഡ് ത്രൂ എ ഫോറിൻ ഒബ്ജക്റ്റ് ബിക്കമിങ് lodged in the pharynx or larynx, commonly called choking. Once the airway has been opened, the first aider would assess the patient for breathing. നമ്മൾ ആദ്യം എയർവേ, നമ്മൾ ശ്വാസം ശരിക്കും വരുന്നുണ്ടോ നോക്കാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും തൊണ്ടയിൽ കുടുങ്ങി കിടക്കണമെങ്കിൽ അതിനാണ് നമ്മൾ ചോക്കി എന്ന് പറയും. എന്തെങ്കിലും ശ്വാസതടസ്സം വരുന്നതിനെ കുടുങ്ങി കിടക്കുന്നത്, ഭക്ഷണപദാർത്ഥങ്ങളോ മറ്റേ കുടുങ്ങി കിടക്കേണ്ടത്, അതിനാണ് ചോക്കി എന്ന് പറയാം. അത് കൃത്യമായിട്ട് എന്താണ്? ഫസ്റ്റ് എയ്ഡർ എന്താണ്? ആ പേഷ്യൻ്റ് ശരിയായിട്ട് ബ്രീത്തിങ് എടുക്കണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. പ്രിവെൻറ്റ് ഫർദർ ഹാം, കൂടുതൽ അപകടങ്ങൾ നമ്മൾ ഒഴിവാക്കുക. ആൾസോ സംടൈംസ് കാൾഡ് പ്രിവെൻറ്റ് ദ കണ്ടീഷൻസ് ഫ്രം വേഴ്സണിങ്
or danger of further injury. This covers both external factors such as moving a patient away from any cause of harm and applying first aid techniques to prevent worsening of the condition, such as applying pressure to stop bleed becoming dangerous. അപ്പോൾ ആദ്യം പിന്നീട് വേണ്ട കാര്യം എന്താണ്, കൂടുതൽ അപകടം വരുന്നത് ഒഴിവാക്കുക. അതിനുവേണ്ടി രോഗിയുടെ നില കൂടുതൽ വഷളാവുന്നത് നമ്മൾ ശ്രദ്ധിക്കുക. ആദ്യം എന്താണ്, പേഷ്യൻറ്റിനെ നമുക്ക് ആവശ്യത്തിലേക്ക് മാറ്റി കിടക്കുക. അതിനുശേഷം എന്താണ്, ഫസ്റ്റ് എയ്ഡ് ടെക്നിക്സ് സ്വീകരിക്കുക. അതോടൊപ്പം തന്നെ കൂടുതൽ ഫോഴ്സിൽ ബ്ലഡ് വരുന്നുണ്ട്, അത് നിർത്താൻ ആവശ്യമുള്ള നടപടി സ്വീകരിക്കുക, അല്ലെങ്കിൽ അത് കൂടുതൽ അപകടകരമാവും. പ്രൊമോട്ട് റിക്കവറി. ഫസ്റ്റ് എയ്ഡ് ആൾസോ ഇൻവോൾവ്സ് trying to start the recovery process from the illness or injury, and in some cases must involve completing the treatment, such as in the case of applying plaster to a small wound. അപ്പോൾ നിങ്ങൾക്ക് റിക്കവറി ചെയ്യാനുള്ള ആവശ്യം, സുഖം വരുത്താനുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യുക. അതിനുവേണ്ടി നമ്മളെന്ത് ചെയ്യുക, അവരെ മുറിവുകൾ പരിശോധിക്കുക, അതോടൊപ്പം തന്നെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുക. അതിനൊപ്പം എന്താണ്, ചെറിയ പ്ലാസ്റ്ററൊക്കെ, ചെറിയ മുറികളൊക്കെ ആണ്, അതിന് ആവശ്യമായ പ്ലാസ്റ്ററൊക്കെ നമ്മൾ ഒട്ടിച്ച് കൊടുക്കാം. ട്രെയിനിങ് പറഞ്ഞത് അതിനാണ്. ബേസിക് പ്രിൻസിപ്പിൾസ് സച്ച് ആസ് നോവിങ് ദ യൂസ് ഓഫ് അഡസീവ് ബാൻഡേജ് ഓർ അപ്ലൈങ് ഡയറക്റ്റ് പ്രഷർ ഓൺ ദ ബ്ലീഡ് ആർ ഓഫൺ അക്വേർഡ് പാസീവ്ലി ത്രൂ ദ ലൈഫ് എക്സ്പീരിയൻസ്. നമ്മൾ ജീവിത പരിചയം വെച്ച് എന്താണ്, ആദ്യം വേണ്ട അഡസീവ് ബാൻഡേജ്. നമുക്ക് ബാൻഡേജ്, ഒട്ടിക്കുന്ന ബാൻഡേജുകളുണ്ട്, അത് ശരിക്കും ബ്ലീഡിങ് വരുന്ന സ്ഥലത്ത് ശരിക്കും ഒട്ടിച്ച് വെക്കുക. അത് രക്തം പെട്ടെന്ന് കട്ട പിടിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യാം. ഹൗ എവർ, to provide effective life-saving first aid interventions requires instruction and practical training. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ അത് ചെയ്ത് പരിചയമാണ്, നമുക്ക് ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ കിട്ടണം, അതൊക്കെ നമ്മൾ ചെയ്ത് പഠിക്കണം. ഇത്തരം ഫസ്റ്റ് എയ്ഡൊക്കെ നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്ക് അതിനുള്ള എക്സ്പീരിയൻസ് വേണം. ദിസ് ഈസ് എസ്പെഷ്യലി ട്രൂ വേർ ഇറ്റ് റിലേറ്റ്സ് ടു പൊട്ടൻഷ്യലി ഫാറ്റൽ ഇൽനസ് ആൻഡ് ഇഞ്ചുറീസ് സച്ച് ആസ് ദോസ് ദാറ്റ് റിക്വയർഡ് കാർഡിയോ പൾമണറി റെസോസിലേഷൻ CPR. അപ്പോൾ ഇതായിട്ട് ബന്ധപ്പെട്ട എന്ന കാര്യം എന്താണ്, എവിടെയെങ്കിലും വലിയ ഇഞ്ചുറീസ് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യമാണ് CPR. നമ്മൾ കൃത്രിമ ശ്വാസം കൊടുക്കുന്ന ടെക്നിക്കാണ് CPR എന്ന് പറയുന്നത്. നമുക്ക് നെഞ്ചത്തൊക്കെ വെച്ചിട്ട് നമ്മൾ നെഞ്ചൊക്കെ അമർത്തിയിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് CPR എന്ന് പറയുന്നത്, കാർഡിയോ പൾമണറി റെസോസിലേഷൻ. ആസ് വിത്ത് എനി ട്രെയിനിങ്, ഇറ്റ് ഈസ് മോർ യൂസ്ഫുൾ ഇഫ് ഇറ്റ് ഒക്കേഴ്സ് ബിഫോർ an actual emergency, and in many countries emergency ambulance dispatchers may give basic first aid instructions over the phone while ambulance on the way. അപ്പോൾ നമ്മൾ മിക്കവാറും എല്ലാ രാജ്യങ്ങളിൽ തന്നെ നമ്മളൊരു ആംബുലൻസ് ഇതിൽ സജ്ജീകരണം ഒരുക്കുന്നു. ആംബുലൻസ് വിടുമ്പോൾ തന്നെ അവർക്ക് ബേസിക് ഫസ്റ്റ് എയ്ഡ് നൽകാൻ ആവശ്യമുള്ള എല്ലാ വേയും അവർ സ്വീകരിക്കും. അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് CPR എന്താ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ടെക്നിക്ക് അല്ലെ അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ട്രെയിനിങ് ഈസ് ജനറലി പ്രൊവൈഡഡ് ബൈ അറ്റൻഡിങ് എ കോഴ്സ് ടിപ്പിക്കലി ലീഡിങ് ടു സർട്ടിഫിക്കേഷൻ ഡ്യൂ ടു. അപ്പം ഇന്നത്തെ കാലത്ത് നമ്മൾ ഫസ്റ്റ് എയ്ഡ് ട്രെയിനിങ് റെഗുലറായിട്ട് പല ആൾക്കാർക്കും നൽകുന്നുണ്ട്, അവർ കൃത്യമായ അതിൻ്റെ സർട്ടിഫിക്കറ്റ്സും കൊടുക്കാറുണ്ട്. ഡ്യൂ ടു ദ റെഗുലർ ചേഞ്ചസ് ഇൻ പ്രൊസീജിയേഴ്സ് ആൻഡ് പ്രോട്ടോകോൾസ് based on updated clinical knowledge and to maintain skill, attends at regular refreshers courses or recertification is often necessary. അപ്പോൾ ഇന്നത്തെ കാലത്താണ് നമ്മൾ ഏത് ഫാക്ടറിയിലായാലൊക്കെ ജോലി കിട്ടുമ്പോൾ ആദ്യം ഫസ്റ്റ് എയ്ഡ് കോഴ്സസ് നമുക്ക് ചെയ്യാൻ പഠിപ്പിക്കും. അങ്ങനെ പഠിച്ചാൽ തന്നെ കൃത്യമായ ഇടവേളകളിൽ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി നമ്മൾ റിഫ്രഷർ കോഴ്സിൽ നമ്മൾ ചേരുന്നുണ്ട്. ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്താൽ അതിന് സർട്ടിഫിക്കറ്റ് കിട്ടും, അതോടൊപ്പം നമ്മൾ കാര്യങ്ങൾ കൂടുതൽ പഠിക്കുകയും ചെയ്യും. First aid training is often available through community organizations such as Red Cross. അപ്പോൾ നമ്മുടെ സ്കൂളുകൾക്കൊക്കെ റെഡ് ക്രോസ് എന്ന സ്ഥാപനം എല്ലാ സ്ഥലത്തും രൂപീകരിച്ചിട്ടുണ്ട്. ഇവരാണ് കൂടുതൽ ആരോഗ്യ കാര്യങ്ങൾക്ക് നമ്മൾ ബോധവൽക്കരിക്കപ്പെടുന്നത്. അതിന് അവർ ട്രെയിനിങ് ഒക്കെ അവരാണ് കൊടുക്കുന്നത്. റെഡ് ക്രോസ് എന്ന സ്ഥാപനം ട്രെയിനിങ് കൊടുക്കാറുണ്ട്. അടുത്തതായി ABC ഓഫ് ഫസ്റ്റ് എയ്ഡ്. നമുക്കറിയാം ABC ആണെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ABC ഫസ്റ്റ് എയ്ഡിൻ്റെ? ABC 3 അക്ഷരമാണ്. ABC 3 കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു. A ഫോർ എയർവേ, B ഫോർ ബ്രീത്തിങ്, C ഫോർ സർക്കുലേഷൻ. A ഫോർ എയർവേ, B ഫോർ ബ്രീത്തിങ്, C ഫോർ സർക്കുലേഷൻ. അപ്പോൾ എന്താണ് ഈ 3 കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കാം. ആദ്യം
എയർവേ എന്താണെന്ന് നോക്കാം. എയർവേ അറ്റൻഷൻ മസ്റ്റ് ഫസ്റ്റ് ബി ബ്രോട്ട് ടു ദി എയർവേ ടു എൻഷുർ ഇറ്റ് ഈസ് ക്ലിയർ. ഒബ്സ്ട്രക്ഷൻ ചോക്കിംഗ് ഈസ് എ ലൈഫ് ത്രട്ടണിങ് എമർജൻസി. ആദ്യം എയർവേ ക്ലിയർ ആവണം. ഒരു വായു അല്ലെങ്കിൽ ശ്വാസം എടുക്കേണ്ടതെന്ന് നമ്മൾ ഉറപ്പിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്, ആ ക്ലിയർ ആയിട്ട് ശ്വാസം എടുക്കണമെന്ന് ഉറപ്പിക്കണം. അല്ലെങ്കിൽ തൊണ്ടയിൽ വലിയ തടസ്സങ്ങളുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അതാണ് എയർവേ ക്ലിയർ ആയിരിക്കണം എന്ന് പറയാം. അടുത്തത് ബ്രീത്തിങ്. ബി ഫോർ ബ്രീത്തിങ്. ബ്രീത്തിങ് ഈഫ് സ്റ്റോപ്സ് ദ വിക്ടിം മേ ഡൈ സൂൺ. ഹെൻസ് മീൻസ് ഓഫ് പ്രൊവൈഡിങ് സപ്പോർട്ട് ഫോർ ബ്രീത്തിങ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് നെക്സ്റ്റ് സ്റ്റെപ്സ്. ദർ ആർ സെവറൽ മെത്തേഡ്സ് ഓഫ് പ്രാക്ടീസ്ഡ് ഇൻ ഫസ്റ്റ് എയ്ഡ്. അപ്പോൾ എന്താണ് ബ്രീത്തിങ്? ബ്രീത്തിങ്ങിന് ശ്വാസം ഉണ്ടോ അല്ലെങ്കിൽ ശ്വാസം നടക്കേണ്ടോ അറിയാൻ വേണ്ടി നമ്മൾ നെഞ്ഞത്ത് കൈ വെച്ച് കഴിഞ്ഞാൽ ശ്വാസം എടുക്കേണ്ടോ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത് അങ്ങനെ ശ്വാസം ഇല്ലാത്തൊരവസ്ഥയിൽ ആ രോഗി പെട്ടെന്ന് മരിച്ചു പോകും. അതുകൊണ്ട് അത് കൃത്യമായ കൃത്രിമ ശ്വാസം കൊടുക്കുക, എങ്ങനെ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അത് ഫസ്റ്റ് എയ്ഡ് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ അതിൽ പഠിക്കുന്നുണ്ട്. അതാണ് ബ്രീത്തിങ് എന്ന് പറയുന്നത്. മൂന്നാമത്തേത് സർക്കുലേഷൻ. സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ. നമ്മൾ കയ്യിൽ വെച്ച് ഞരമ്പൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും കൃത്യമായ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടോ അല്ലെങ്കിൽ ഹൃദയം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. ബ്ലഡ് സർക്കുലേഷൻ ഈസ് എ വൈറ്റൽ ടു കീപ് പേഴ്സൺസ് അലൈവ്. The first aiders now trained to go straight to chest compressions through CPR methods. അപ്പോൾ അത് അടുത്തായിട്ട് നമ്മൾ നോക്കേണ്ടത് എന്താണ്, ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നുണ്ടോ, ശരി രക്തചംക്രമണം നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അതിന് നമ്മൾ ചെസ്റ്റിൽ കൈ വെച്ച് അറിയാം. അതുപോലെ അങ്ങനെ നടക്കുന്നില്ലെങ്കിൽ പെട്ടെന്ന് ഹൃദയം പ്രവർത്തിപ്പിക്കാൻ വേണ്ടി നമ്മൾ നെഞ്ചത്തൊക്കെ അമർത്തുന്ന മെത്തേഡ്, അതാണ് CPR മെത്തേഡ് ഉപയോഗിച്ചിട്ട് അത് പഴയ സിസ്റ്റത്തിലേക്ക് വരാൻ വേണ്ടി റെഗുലർ ആക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ABC ഓഫ് ഫസ്റ്റ് എയ്ഡ് ആണ്. ABC ഓഫ് ഫസ്റ്റ് എയ്ഡ്. അടുത്തത് നമ്മൾ ഒരു ഫസ്റ്റ് എയ്ഡേഴ്സിന് വേണ്ട പ്രധാന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒരു ഫസ്റ്റ് എയ്ഡ് എങ്ങനെയൊക്കെ ആയിരിക്കണം, ഒരു ഫസ്റ്റ് എയ്ഡ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എന്താ കാര്യങ്ങൾ മനസ്സിൽ വേണം, ഇതാണ് അടുത്ത് പറയുന്നത്. അടുത്തത് നോട്ട് ടു ഗെറ്റ് പാനിക്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ എന്താ ചെയ്യുക, പെട്ടെന്ന് പരിഭ്രമിക്കരുത്, പാനിക് ആവരുത്. പാനിക് ഈസ് വൺ ഇമോഷൻ ദാറ്റ് ക്യാൻ മേക്ക് ദ സിറ്റുവേഷൻ മോർ വേഴ്സ്. പാനിക് എന്ന് പറഞ്ഞാൽ ആ പരിഭ്രമം എന്ന് പറഞ്ഞാൽ ആ അവസ്ഥയെ കൂടുതൽ വേഴ്സാക്കുന്നു, കൂടുതൽ മോശമാക്കുന്ന അവസ്ഥയിൽ. പീപ്പിൾ ഓഫൺ മേക്ക് മിസ്റ്റേക്സ് ബിക്കോസ് ദേ ഗെറ്റ് പാനിക്. ഈ മനുഷ്യന്മാർ പല തെറ്റുകളും വരുത്തുന്നുണ്ട്, കാരണം അവർ പെട്ടെന്ന് പരിഭ്രമിക്കും. പാനിക് ക്ലൗഡ്സ് തിങ്കിങ് ആൻഡ് കോസസ് മിസ്റ്റേക്ക്. ആ പാനിക് എന്താണ്, തിങ്കിങ്ങിനെ വരുന്നു, അതേപോലെ എന്താണ് കോസസ് മിസ്റ്റേക്ക്, വീണ്ടും തെറ്റുകൾ ആ കാരണം കൊണ്ട് വരുന്നു. ഫസ്റ്റ് എയ്ഡർ നീഡ് കാം ആൻഡ് കളക്റ്റീവ് അപ്രോച്ച്. ഒരു ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നതായിരിക്കും വളരെ ശാന്തമായിരിക്കണം. അതേപോലെ അവരെ അപ്രോച്ച് കറക്റ്റായിട്ടുള്ളൊരു അപ്രോച്ച് ഉണ്ടായിരിക്കണം. ഇഫ് ദ ഫസ്റ്റ് എയ്ഡർ ഹിംസെൽഫ് ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഫിയർ ആൻഡ് പാനിക് ഗ്രോസ് മിസ്റ്റേക്ക് മേ റിസൾട്ട്. ഒരു ഫസ്റ്റ് എയ്ഡിന് ആദ്യം തന്നെ പരിഭ്രമോ അതേമാതിരി പെട്ടെന്ന് പേടിയോ വന്നാൽ എന്താവും, അത് വീണ്ടും മിസ്റ്റേക്കാണ്, നമ്മൾ തെറ്റുകൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും. It's a far easier to help the suffering when they know that they are wrong, even unprepared encounter situation. ആ സിറ്റുവേഷൻ നമ്മൾ നേരിടാൻ വേണ്ട രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിരിക്കണം. ഇമോഷണൽ അപ്രോച്ച് ആൻഡ് റെസ്പോൺസ് ആൾവേസ് ലീഡ് ടു റോങ് ഡൂയിങ് ആൻഡ് മേ ക്ലൗഡ് വൺ ഓഫ് ദ റോങ് പ്രൊസീജിയർ. ഈ ഒരു കാര്യത്തിന് വികാരപരമായിട്ട് നമ്മൾ നേരിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതെന്താ തെറ്റിലേക്ക് നയിക്കും. അതേപോലെ എന്താണ്, അത് റോങ് ആയിട്ടുള്ള പ്രൊസീജിയർ ആയിരിക്കും അത് സംഭവിക്കുന്നത്. അടുത്തതായിട്ട് പറയുന്നത് ബേസിക് നോംസ് ഓഫ് ഫസ്റ്റ് എയ്ഡ്. എന്തൊക്കെ ബേസിക് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ഫസ്റ്റ് എയ്ഡ് ബന്ധപ്പെട്ട ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മൾ ഫസ്റ്റ് എയ്ഡിൽ അതിൽ എന്തൊക്കെ പ്രൊസീജിയറാണ് ചെയ്യേണ്ടത് പറയാം. അത് ഓരോന്നായിട്ട് പറയാം. ഫസ്റ്റ്, കാൾ മെഡിക്കൽ എമർജൻസീസ്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്, മെഡിക്കൽ എമർജൻസിനെ വിളിക്കുക. ആദ്യം വിടേണ്ടതാണ്, നമ്മൾ ഒരാൾ പറ്റിക്കറിഞ്ഞാൽ നമ്മൾ ആദ്യം വിളിക്കേണ്ടത് മെഡിക്കൽ ടീമിനെ വിളിക്കുക. അവർ വരാനുള്ള സമയത്താണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇഫ് ദ സിറ്റുവേഷൻ ഡിമാൻഡ്സ് ക്വിക്ക്ലി കാൾ ദ മെഡിക്കൽ അസിസ്റ്റൻസ്, പ്രോംപ്റ്റ് അപ്രോച്ച് മേ സേവ് ലൈഫ്. നമ്മൾ കാര്യങ്ങൾ നമുക്കറിയാം എന്താണ് വളരെ സീരിയസ് ആണ്, ഉടൻ തന്നെ മെഡിക്കൽ ടീമിനെ വിളിക്കുക. എന്നിട്ടെന്താണ് പെട്ടെന്ന് അവരെ ലൈഫ് രക്ഷിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അടുത്തത് സറൗണ്ടിങ്സ് പ്ലേ വൈറ്റൽ റോൾ. നമ്മുടെ പരിസ്ഥിതികളാണ് പ്രധാനമായിട്ട് അവരെ പ്രധാന കാര്യം വഹിക്കുന്നത്. എന്താണ് അവരുടെ സ്ഥിതിഗതികൾ, അവരുടെ സാഹചര്യങ്ങൾ എന്താണെന്ന് പഠിക്കുക. ഡിഫറെൻറ്റ് സറൗണ്ടിങ്സ് റിക്വയർ ഡിഫറെൻറ്റ് അപ്രോച്ച്. ഹെൻസ് ഫസ്റ്റ് എയ്ഡർ ഷുഡ് സ്റ്റഡി ദ സറൗണ്ടിങ്സ് കെയർഫുള്ളി. ഇൻ അതർ വേർഡ്സ്,
One need to make sure that they are safe, are not in any danger, as it would be no help that the first aider himself to get injured. അപ്പോൾ ആ സാഹചര്യത്തെ നമ്മൾ പഠിക്കുക, എന്ത് സാഹചര്യമാണ് നിൽക്കുന്നത്, ആ പറ്റിയ ആൾ. ഉദാഹരണമായിട്ട് പറയാം, നമ്മളിപ്പോൾ ഒരു ഗ്യാസ് അപകടം ഉണ്ടായി. അപ്പോൾ ഒരാൾ ഗ്യാസിലിങ്ങനെ ഫുള്ള് കവർ ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്നൊരു തീപ്പൊരി വന്നു കഴിഞ്ഞാൽ അവിടെ മൊത്തം തീപ്പട്ടണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് ചാടി അങ്ങോട്ട് ചാടരുത്. ആ അവസരം നോക്കി എന്താ നമുക്ക് ചെല്ലാൻ പറ്റിയ അവസ്ഥയാണ്, ആ രോഗീൻ്റെ അവസ്ഥ എന്താ, അത് നോക്കിയിട്ട് മാത്രം അതിൽ ഇടപെടുക. അപ്പോൾ അതേപോലെ സ്വയം നമ്മൾ അപകടം ക്ഷണിച്ചു വരുത്തരുത്. ആ കാര്യങ്ങൾ നോക്കിയിട്ട് അതിന് ആ രൂപത്തിൽ നമുക്ക് ഡേഞ്ചർ വരാത്ത രൂപത്തിൽ നമുക്ക് ഇടപെടുക. ഡു നോട്ട് ഹാം, പെട്ടെന്ന് നമ്മൾ പേടിക്കരുത്. പേഷ്യൻസ് ഓഫൺ ഡൈ ഡ്യൂ ടു റോങ് ഫസ്റ്റ് എയ്ഡ് മെത്തേഡ്സ് ഹൂ മേ അതർവൈസ് ഈസിലി സർവൈവ്. ചില സമയത്ത് എന്താണ്, നമ്മൾ ഫസ്റ്റ് എയ്ഡ് മെത്തേഡ് കൊണ്ട് തന്നെ ആ രോഗി മരിച്ചു പോകാൻ സാധ്യതയുണ്ട് നമ്മൾ ശരിയായിട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ. ഡു നോട്ട് മൂവ് ദ ഇൻജേർഡ് പേഴ്സൺ അൺലെസ് ദ സിറ്റുവേഷൻ ഡിമാൻഡ്സ്. ഇറ്റ് ഈസ് ബെസ്റ്റ് ടു മേക്ക് ഹിം ലൈ വെനെവർ ഹി, ബിക്കോസ് ഇഫ് ഹി പേഷ്യൻറ്റ് ഹാവ് ബാക്ക് ഹെഡ് നെക്ക് ഇഞ്ചുറി, മൂവിങ് ഹിം വുഡ് കോസസ് മോർ ഹാം. അപ്പം നമ്മൾ ചില സമയത്ത് നമ്മൾ നേരെ ചെയ്തതിന് വിപരീത ഫലമുണ്ടാവും. ഉദാഹരണമായിട്ട് വല്ല മരത്തുനിന്ന് ഒരാൾ വീണ് കിടക്കുക, അപ്പോൾ അയാൾ എന്ത് ചെയ്യും, നട്ടലൊക്കെ പൊട്ടിയെന്ന് കരുതുക. ആ സമയത്ത് പെട്ടെന്ന് പോയി അയാളുടെ അടുത്ത് താങ്ങി ഇരുത്തി കഴിഞ്ഞാൽ എന്താവും, ആ രോഗി പെട്ടെന്ന് കൂടുതൽ അപകടത്തിലേക്ക് പോകും. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, അവരെവിടെയാണ് കിടക്കുന്ന ആ കടത്തത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, എന്താ ട്രീറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മളൊരു പരന്ന പതിലാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത്. ഒരിക്കലും നമ്മൾ ചിരിച്ച് ഇരുത്താൻ നോക്കരുത്. അപ്പം ആ അവസ്ഥ നോക്കണം. അപ്പോൾ ഫസ്റ്റ് എയ്ഡ് മെത്തേഡ് ശരിയായിട്ട് ചെയ്തില്ലെങ്കിൽ ആ രോഗി അപകടത്തിലേക്ക് പോകും. അത് വളരെ പ്രധാനമാണ്. അപ്പോൾ നമ്മൾ നട്ടലൊക്കെ പരിക്കുള്ള ആൾക്കാരെ പ്രത്യേകം നമ്മൾ ട്രീറ്റ് ചെയ്യണം. അടുത്തത് റീഅഷ്വറൻസ്. റീഅഷ്വർ ദ വിക്ടിം ബൈ സ്പീക്കിംഗ് എൻകറേജ്ലി വിത്ത് ഹിം. അപ്പം അവരെ നമ്മൾ മാനസികമായിട്ട് അവർക്കൊരു സന്തോഷം നൽകുക. അവരെ പെട്ടെന്ന് പേടിപ്പിക്കാതെ, പ്രശ്നമില്ല ഇപ്പോൾ സുഖമാവുന്ന രൂപത്തിൽ നമ്മൾ നല്ല രീതിയിൽ അവരെ എൻകറേജ് ചെയ്യിപ്പിക്കുക ആ രോഗീനെ. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അടുത്തത് സ്റ്റോപ്പ് ദ ബ്ലീഡിങ്. ആദ്യം ബ്ലീഡിങ് വരുന്നുണ്ടോ, രക്തം വരുന്നുണ്ടോ നോക്കുക, അത് നിർത്താൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക. ഇഫ് ദ വിക്ടിം ഈസ് ബ്ലീഡിങ്, ട്രൈ ടു സ്റ്റോപ്പ് ദ ബ്ലീഡിങ് ബൈ അപ്ലൈയിങ് പ്രഷർ ഓവർ ദ ഇഞ്ചേർഡ് പാർട്ട്. നമുക്ക് ഈ രോഗി എന്താണ്, അത് ബ്ലീഡിങ് വരുന്നുണ്ടെങ്കിൽ അത് നിർത്താനുള്ള, അതിൻ്റെ ബ്ലഡിൻ്റെ പ്രഷർ കുറയ്ക്കാനുള്ള, അല്ലെങ്കിൽ കൂടുതൽ പോകാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. അത് ഗോൾഡൻ ഹവേഴ്സ്. ഫസ്റ്റ് എയ്ഡ് കെയർ കം ഹാൻഡി ടു സേവ് ലൈഫ്സ്. It helps to get to the nearest emergency room as quickly as possible through safe handling and transportation. The shorter that time, more likely to better treatment applied. നമ്മൾ ഒരു കാര്യങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് സഡനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അത് ഗോൾഡൻ അവേഴ്സ് എന്നാണ് പറയുക. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ഡോക്ടർ പറയും ഒരു 5 മിനിറ്റ് മുമ്പ് എത്തിക്കഴിഞ്ഞാൽ ആ രോഗി അപ്പോൾ ജീവിച്ചിരുന്നേനെന്ന് പറയും. അപ്പോൾ ഗോൾഡൻ അവർ എന്ന് പറഞ്ഞാൽ പറ്റിക്കഴിഞ്ഞാൽ കുറച്ച് നേരം കൊണ്ട് നമ്മൾ ആ കാര്യങ്ങൾ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ രോഗി മരിക്കാൻ സാധ്യതയുണ്ട്. ആ ഒരു സമയത്താണ് നമ്മൾ ഗോൾഡൻ അവേഴ്സ് പറയുന്നത്. അപ്പോൾ ആ രോഗി ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് ചെയ്യണം, എമർജൻസി ആയിട്ട് ചെയ്യണം. പെട്ടെന്ന് അവരെ അടുത്തുള്ള റൂമിലേക്ക് മാറ്റണമെങ്കിൽ അങ്ങോട്ട് മാറ്റുക, പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുക. നല്ലൊരു ട്രീറ്റ്മെൻറ്റ് എത്രയും പെട്ടെന്ന് നമ്മൾ കൊടുക്കാൻ പറ്റുമോ നോക്കുക. മെയിൻറ്റെയിൻ ദ ഹൈജീൻ. Most importantly, first aider need to wash hands and dry before giving first aid treatment to the patient or wear gloves in order to prevent infection. നമ്മൾ ഏതേ മുറിവ് തുറമ്പെന്നാണ് നമ്മൾ ഹൈജീൻ ആയിരിക്കണം. കാരണം നമ്മൾ എപ്പോഴും വൃത്തിയായിരിക്കണം. നമ്മൾ വല്ല അഴുക്കുള്ള കൈകളൊക്കെ മുറിവ് പിടിച്ചു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, കൈയൊക്കെ വൃത്തിയായിട്ട് കഴുകിയിട്ട് വേണം നമ്മൾ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ. ക്ലീനിങ് ആൻഡ് ഡ്രസ്സിങ്. ക്ലീനിങ് ആൻഡ് ഡ്രസ്സിങ് നമ്മൾ ശരിക്കും ക്ലീൻ ചെയ്യണം. ആൾവേസ് ക്ലീൻ ദ വൂണ്ട് thoroughly ബിഫോർ അപ്ലൈയിങ് ബാൻഡേജ്. ലൈറ്റ്ലി വാഷ് വൂണ്ട് ക്ലീൻ വാട്ടർ. നമ്മൾ ആ മുറിവ് ശരിക്കും ശുദ്ധജലം കൊണ്ട് കഴുകുക, അതിനുശേഷം മാത്രം ബാൻഡേജ് പൊട്ടിക്കുക. CPR ക്യാൻ ബി ലൈഫ് സസ്റ്റൈനിങ്. നമ്മൾ CPR എന്ന് പറഞ്ഞു. CPR എന്ന് പറഞ്ഞാൽ കാർഡിയോ പൾമനറി റെസോസിയേഷൻ എന്ന് പറഞ്ഞാൽ കൃത്രിമ ശ്വാസം കൊടുക്കുന്ന സിസ്റ്റമാണ് പറയുന്നത്. ക്യാൻ ബി ലൈഫ് സസ്റ്റൈനിങ്. ചിലപ്പോൾ ആ കാര്യം കൊണ്ട് നമ്മൾ ലൈഫ് നീണ്ടു നിൽക്കും, അല്ലെങ്കിൽ ലൈഫ് രക്ഷപ്പെടും. ഇഫ് വൺ ഈസ് ട്രെയിൻഡ് ഇൻ CPR ആൻഡ് എ പേഴ്സൺ ഈസ് സഫറിങ് ഫ്രം ചോക്കിംഗ് ഓർ ഫൈൻഡ്സ് ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്, ഇമ്മീഡിയറ്റ്ലി ബിഗിൻ CPR. നമ്മൾ ശ്വാസം എടുക്കുന്നില്ല, ഹൃദയം വർക്കില്ല എന്ന് തോന്നി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ CPR ടെക്നിക്ക് നെഞ്ഞത്തൊക്കെ നമ്മൾ അമർത്തിയിട്ട് കൃത്രിമ ശ്വാസം കൊടുക്കുന്ന സിസ്റ്റം നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം.
അപ്പോൾ നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് എയ്ഡിൻ്റെ ഒരു ബന്ധപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. ഫസ്റ്റ് പാർട്ട് ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. വീണ്ടും ഇതിൻ്റെ അടുത്ത പാർട്ടിൽ കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും നന്ദി.